ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 28 നടന്ന ബഹ്റൈൻ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പെർലിറ്ററിൻ ഇൻ പോംഗ്രാനൈറ്റ് ബാർക്ക് ഈസ് യൂസ്ഫുൾ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് വിച്ച് ഡിസീസ് കണ്ടീഷൻ? എ ആന്റി ക്യാൻസർ, ബി ആന്ത്രൽമെൻറ്റിക്സ്, സി ആന്റി ഫംഗൽ ആൻഡ് ഡി ആന്റി റിമാറ്റിക്. ഓക്കെ, അപ്പൊ പാലിട്രിന്റെ യൂസ് ഏത് ഡിസീസ് കണ്ടീഷനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? എന്ന് പറയുന്നത് ആന്ത്രൽമെൻറ്റിക്സ് ആണ്. ഓക്കെ, ഈ പാലിട്രിൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പോംഗ്രാനൈറ്റ് ബാർക്കിൽ നിന്ന് ഒക്കെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ആൽക്കലോയിഡ് ആണ്. അപ്പൊ അത് മെയിൻ യൂസ് എന്ന് പറയുന്നത് അതിന് ആന്റി പാരസൈറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മുടെ ഇൻഡസ്റ്റൈനൽ വേംസിനൊക്കെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ആന്ത്രൽമെൻറ്റിക് കണ്ടീഷന് നമ്മൾ ആന്ത്രൽമെൻറ്റിക്സ് ആയിട്ട് നമ്മൾ ഈ ഒരു പാലിട്രിൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിന്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത് ഈ വേംസിൽ ഈ പാലിട്രിൻ ഒരു ന്യൂറോമസ്കുലർ ബ്ലോക്കർ ആയിട്ട് ആക്ട് ചെയ്ത് ആ വേംസിനെ പാരലൈസ് ചെയ്ത് നമുക്ക് നോർമൽ ബവൽ മൂവ്മെന്റ്സ് വഴി എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആന്ത്രൽമെൻറ്റിക്സ് ആണ്. Second question: a 55-year-old male with a history of hypertension and type 2 diabetes start taking ginkgo biloba supplement for memory enhancement. Which of the following is the most adverse effect of ginkgo biloba? A. Hepatotoxicity, B. Increased bleeding tendency, C. Nephrotoxicity and D. Hypoglycemia. Okay, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജിങ്കോ ബിലോബാന്റെ സൈഡ് എഫക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏത് പറയാം ആൻസർ ആയിട്ട്? നമുക്ക് ജിങ്കോ ബിലോബയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ഇൻക്രീസ്ഡ് ബ്ലീഡിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത്. ജിങ്കോ ബിലോബ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് മെമ്മറി എൻഹാൻസ്മെന്റ്, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജിങ്കോ ബിലോബ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ജിങ്കോ ബിലോബയിൽ ആന്റി പ്ലേറ്റ്ലെറ്റ് പ്രോപ്പർട്ടി പ്രസന്റ് ആണ്. അപ്പോൾ ആ ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് പ്രോപ്പർട്ടി പ്രസന്റ് ആയത് കാരണം തന്നെ ബ്ലീഡിംഗ് റിസ്ക്കും കൂടുതലായിരിക്കും. മെയിനായിട്ട് ഈ ആന്റി കൊയാഗുലൻസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള പേഷ്യൻസിലായിരിക്കും ഈ ഒരു ബ്ലീഡിംഗ് റിസ്ക് കൂടുതലായി കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഈ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് ഒരു ജിങ്കോ ബിലോബന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ADR ആയിട്ട് നമുക്ക് ഇവിടെ ഇൻക്രീസ്ഡ് ബ്ലീഡിംഗ് ടെൻഡൻസി ആണ് നമുക്ക് പറയാം. ബാക്കി ഹെപ്പാറ്റോടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി, ഹൈപ്പോഗ്ലൈസീമിയ അതൊന്നും ആ ഒരു ജിങ്കോ ബിലോബന്റെ ഒരു ADR ആയിട്ട് നമ്മൾ പറയുന്നതല്ല. വേറെ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് കോമൺ ആയിട്ട് കാണുന്നതാണ് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസ്കംഫർട്ട്, ഹെഡേക്ക്, ഡിസിനസ്, അലർജിക് റിയാക്ഷൻസ്. ഇതും നമുക്ക് ജിങ്കോ ബിലോബന്റെ ADR ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബാക്ടീരിയൽ ട്രാൻസ്പെപ്റ്റിഡേസ് ഈസ് ആൻ എസെൻഷ്യൽ എൻസൈം ഇൻവോൾവ് ഇൻ ദി വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ്? A. DNA replication, B. protein synthesis, C. peptidoglycan cross-linking, D. RNA transcription. ബാക്ടീരിയൽ ട്രാൻസ്പെപ്റ്റിഡേസിന്റെ റോളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, പെപ്റ്റിഡോഗ്ലൈക്കാൻ ക്രോസ് ലിങ്കിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കാൻ ക്രോസ് ലിങ്കിങ് ഒരു ബാക്ടീരിയൽ ട്രാൻസ്പെപ്റ്റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമുക്ക് പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ എന്നും പറയും. മെയിൻ ആയിട്ട് ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ക്രോസ് ലിങ്കിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ബാക്ടീരിയൽ സെൽ വാൾ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയന്റെ ആ ഒരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബാക്ടീരിയനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ലെയർ ആണല്ലോ. അപ്പൊ ആ ഒരു ലെയറിന്റെ ആ ഒരു ക്രോസ് ലിങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഈ ബാക്ടീരിയൽ ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ക്രോസ് ലിങ്കിങ് വഴി ആ ഒരു ബാക്ടീരിയൽ സെൽ വാളിനെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ് ഒക്കെ, ഇപ്പൊ പെനിസിലിൻ, സെഫാലോസ്പോറിൻസ് ഒക്കെ, അതിന്റെ ആക്ഷനും മെയിൻ ആയിട്ട് ഈ ഒരു ബാക്ടീരിയൽ ട്രാൻസ്പെപ്റ്റിഡേസിലാണ് വരുന്നത്. ഈ ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെൽ വാളിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നത് ആ ഒരു ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻഹിബിറ്റ് ചെയ്ത് ആ ഒരു സെൽ വാൾ സിന്തസിസ് ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ടാണ് അവിടെ ആക്ഷൻ വരുത്തുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഈ ബാക്ടീരിയൽ ട്രാൻസ്പെപ്റ്റിഡേസ് ഹെൽപ്പ് ചെയ്യുന്നത് പെപ്റ്റിഡോഗ്ലൈക്കാൻ ക്രോസ് ലിങ്കിങ്ങിനാണ്. അതുവഴി ആ ഒരു ബാക്ടീരിയൽ സെൽ വാൾ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: എ പേഷ്യന്റ് ഹാസ് ഡുഷൻ മസ്കുലർ ഡിസ്ട്രോഫി, വിച്ച് സ്റ്റിറോയിഡ് മെഡിക്കേഷൻ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദിസ്? എ ഡെഫ്ലാസോക്കോട്ട്, ബി ഡെക്സാമെത്തസോൺ, സി ബീറ്റാമെത്തസോൺ ആൻഡ് ഡി നൺ ഓഫ് ദി എബവ്. ഡുഷൻ മസ്കുലർ ഡിസ്ട്രോഫിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ എ ഡെഫ്ലാസോക്കോട്ട് ആണ് പറയുന്നത്. ഈ ഡുഷൻ മസ്കുലർ ഡിസ്ട്രോഫി അതെന്താണ്?
ഇറ്റ് ഇസ് എ ജനറ്റിക് ഡിസോർഡർ ആണ് അവിടെ മസിൽ ഡീജനറേഷൻ. മെയിനായിട്ട് ഈ മസിൽ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഓൾട്രേഷൻ കാരണം ഉണ്ടാവുന്ന ആ ഒരു മസിൽ ഡീജനറേഷൻ അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ് ആണ് ഈ ഒരു ഡുഷൻ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, പ്രെഡ്നിസോളോൺ, ഡെഫ്ലാസോക്കോട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഡെഫ്ലാസോക്കോട്ടിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു സ്ട്രക്ചറാണ് ഡെഫ്ലാസോക്കോട്ടിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഓർത്തിരിക്കുക, ഡുഷൻ മസ്കുലാർ ഡിസ്ട്രോഫിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഡെഫ്ലാസോക്കോട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ സ്ട്രക്ചറും കൂടെ പഠിച്ചു വെക്കുക. The question: a patient became angry and shouted at a pharmacist for not dispensing more than 3 units of narcotic drug. The pharmacist followed the legal regulations and refused to provide additional quantities. The manager then intervened in the situation. How should the pharmacist respond to the patient? A. Call the manager immediately. B. Listen calmly and explain the rule. C. Ignore the patient and continue working. D. Dispense the extra medication to avoid conflict. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് മോർ ദാൻ 3 യൂണിറ്റ്സ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യാത്തത് കാരണം ആംഗ്രി ആവുന്നതും, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഏറ്റവും കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി, ലിസൺ കാംലി ആൻഡ് എക്സ്പ്ലെയിൻ ദ റൂൾ. അതാണ് ആൻസർ ആയിട്ട് വരിക. ഒരു ഫാർമസിസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? ആ ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏത് സിറ്റുവേഷൻസ് വന്നാലും അത് കാമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കാമായിട്ട് അവർ പറയുന്നത് ലിസൺ ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മുടെ ആ ഒരു ലീഗൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ആ ഒരു നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ഡിസ്പെൻസ് ചെയ്യുന്ന പോളിസി കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിധിവരെ ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റും. ഇതിൽ പിന്നെ ബാക്കി ഓപ്ഷൻസ് പറയുന്നത് കോൾ ദ മാനേജർ ഇമ്മീഡിയറ്റ്ലി. ഇവിടെ ഓൾറെഡി മാനേജർ അതിൽ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ ഫാർമസിസ്റ്റ് ആ ഒരു കാര്യം ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെ ആ ഒരു പേഷ്യൻറ്റിനെ ഇഗ്നോർ ചെയ്ത് കണ്ടിന്യൂ വർക്കിംഗ്, അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അത് അൺപ്രൊഫഷണൽ വേ ആയിരിക്കും. പിന്നെ ഡിസ്പെൻസ് എക്സ്ട്രാ മെഡിക്കേഷൻ ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആ ഒരു അൺഎത്തിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ദി റൂൾ ആയിരിക്കും. അപ്പം നമുക്കിവിടെ ഏറ്റവും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് എന്താണ്? ലിസൺ കാംലി ആൻഡ് ദി എക്സ്പ്ലെയിൻ ദി റൂൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: For how long is aspirin typically used as prophylaxis for colorectal cancer? A. 2 years. B. 5 years. C. 6 years. D. 1 to 3 years. ഓക്കെ, അപ്പോൾ ആ ഒരു കോളോറക്ടൽ ക്യാൻസറിൽ ആസ്പിരിൻ പ്രൊഫൈലാക്സിസ് ആയിട്ട് എത്ര നാൾ യൂസ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ബി 5 years ആണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ആസ്പിരിൻ ഒരു 5 years എടുത്താലാണ് ആ ഒരു കോളോറക്ടൽ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ട് അവിടെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ലോ ഡോസ് ഓഫ് ആസ്പിരിൻ ലോങ് ടേം യൂസ്, അങ്ങനെയാണ് സ്റ്റഡീസ് പറയുന്നത്. ലോങ് ടേം യൂസ് ഓഫ് ലോ ഡോസ് ആസ്പിരിൻ ആണ്. അതും ഒരു 5 years ഓർ മോർ ദാൻ 5 years നമ്മൾ എടുത്താലാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഓപ്ഷൻസിൽ നമുക്ക് 2 years ഉണ്ട്, 6 months ഉണ്ട്, 1 to 3 years ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു പീരീഡ് കുറഞ്ഞു പോകും. നമുക്കൊരു 5 years ഓർ മോർ ദാൻ 5 years ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ആസ്പിരിൻ കോളോറക്ടൽ ക്യാൻസർ പ്രൊഫൈലാക്സിസിനായിട്ട് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: എ പേഷ്യൻറ്റ് ഈസ് യൂസിങ് ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ്സ് ആൻഡ് ഫോളോയിങ് എ ഡയബറ്റിക് diet as per a dietitian's chart, but her HbA1c is 14%, indicating poor glycemic control. Which specialist should the patient consult further? A. Neurologist. B. Ophthalmologist. C. Nephrologist. D. Diabetes educator. ഓക്കെ, ഇവിടെ പേഷ്യൻറ്റിന് HbA1c 14% ആണ്. ഓൾറെഡി ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് എടുക്കുന്നുണ്ട്, ഡയബറ്റിക് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ആ ഒരു പുവർ ഗ്ലൈസെമിക് കൺട്രോൾ ആണ് ആ ഒരു പേഷ്യൻറ്റിനുള്ളത്. HbA1c 14 എന്ന് പറയുമ്പോൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കൂടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പേഷ്യൻറ്റ് ആരെയാണ് ഫർദർ കൺസൾട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഓപ്ഷൻ ഡി ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഓൾറെഡി ഡ്രഗ് ഒക്കെ എടുക്കുന്ന ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണ്. സ്റ്റിൽ
കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡയബറ്റിസ് എഡ്യൂക്കേറ്ററിനെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പർ മെഡിക്കേഷൻ അഡ്ഹറൻസ് ചെക്ക് ചെയ്യും. അതേപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യും. ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, അതേപോലെ പോസിബിൾ ഇൻസുലിൻ തെറാപ്പി ഇനിഷിയേഷൻ ഒക്കെ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ. അപ്പൊ ഇവിടെ ബാക്കി ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? ന്യൂറോളജിസ്റ്റ്, ഒഫ്താൽമോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, ഇവരൊക്കെയാണ്. അപ്പൊ ഇവരൊക്കെ ഇപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻ, ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെയാ? ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, അതൊക്കെ ഈ കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ആ കണ്ടീഷൻസ് കോംപ്ലിക്കേഷൻസ് വന്നാലാണ് നമ്മളിപ്പോൾ ന്യൂറോപ്പതിക്ക് ന്യൂറോളജിസ്റ്റിനെ കാണാം, ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ഒഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നെഫ്രോപ്പതി കണ്ടീഷൻ വന്നാൽ നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അതൊക്കെ ആ ഒരു കോംപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നവരാണ്. പക്ഷെ ഇവിടെ ആ ഒരു പ്രൈമറി ഇഷ്യൂ എന്ന് പറയുന്നത് പുവർ ഗ്ലൈസീമിക് കൺട്രോൾ ആണ്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഡയബറ്റിസ് എഡ്യൂക്കേറ്ററെ കൺസൾട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following is considered a high alert drug due to its potential to cause significant harm if used incorrectly? A. Paracetamol, B. Amoxicillin, C. Dextrose 50%, D. Ibuprofen. നമുക്ക് ഹൈ അലേർട്ട് മെഡിക്കേഷൻ ഏതാണെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഏതായിരിക്കും ഹൈ അലേർട്ട് മെഡിക്കേഷൻ? ഓപ്ഷൻ സി, ഡെക്സ്ട്രോസ് 50% ആണ് ഹൈ അലേർട്ട് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അത് ഇൻകറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ അവിടെ സിവിയർ ഹാം കോസ് ചെയ്യും. ഈ ഒരു ഡെക്സ്ട്രോസ് 50% എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നതും മോസ്റ്റ് കെയർ കൊടുത്തിട്ടായിരിക്കണം ഈ ഒരു ഡെക്സ്ട്രോസ് 50% അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോപ്പറായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവിടെ കോംപ്ലിക്കേഷൻസ് വരും. അതിൽ നമുക്ക് സിവിയർ ഹൈപ്പർ ഗ്ലൈസീമിയ കോസ് ചെയ്യാം. അതേപോലെ ത്രോംബോഫ്ലിബൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെയിൻസിൽ ഇൻഫ്ലമേഷൻ, എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഫോം ചെയ്തിട്ട് അവിടെ വെയിൻസിൽ ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനാണ്. പിന്നെ അതേപോലെ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് പ്രോപ്പർ ആയിട്ടല്ലാതെ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും. അപ്പൊ നമുക്ക് ഹൈ അലേർട്ട് മെഡിക്കേഷൻ ആയിട്ട് ഈ ഒരു പാരാസെറ്റമോൾ, അമോക്സിസിലിൻ, ഡെക്സ്ട്രോസ് 50%, ഐബുപ്രോഫൻ, ഇതിൽ നമുക്ക് ഓപ്ഷൻ സി ഡെക്സ്ട്രോസ് 50% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, the patient refuses to take insulin even after being educated about its importance and related factors. What should be the next step? A. Access the patient's health literacy. B. Force the patient to take insulin. C. Stop explaining and let the patient decide. D. Prescribe an alternative oral medication without consultation. അപ്പൊ ഈ കണ്ടീഷനിൽ അവർ ഇൻസുലിൻ എടുക്കേണ്ട പേഷ്യന്റ് അത് എടുക്കാൻ റെഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ ആളുടെ ആ ഒരു പേഷ്യന്റ് ഹെൽത്ത് ലിറ്ററസി ആക്സസ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ലിറ്ററസി, അതായത് ഹെൽത്ത് റിലേറ്റഡ് നോളേജ് എങ്ങനെയുണ്ട്, ആളുടെ ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് കണ്ടീഷൻസിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരാളാണോ, ലിറ്ററസി ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. നമുക്കിവിടെ ഓപ്ഷൻ ബി, ഫോഴ്സ് ദി പേഷ്യന്റ് ടു ടേക്ക് ഇൻസുലിൻ, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അൺഎത്തിക്കൽ ആയിരിക്കും. ആ ഒരു പേഷ്യന്റിന് ആളുടെ ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് കണ്ടീഷൻസ് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അയാളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. പിന്നെ സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ് ആൻഡ് ലെറ്റ് ദ പേഷ്യന്റ് ഡിസൈഡ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് കണ്ടീഷൻ. ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു വേഴ്സൺ ചെയ്യും, നമ്മുടെ ആ ഒരു കണ്ടീഷൻ കോംപ്ലിക്കേഷൻസ് വേഴ്സൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ വിത്തൗട്ട് കൺസൾട്ടേഷൻ പ്രിസ്ക്രൈബ് ചെയ്യാനും നമുക്ക് ആ ഒരു കൺസൾട്ട് ചെയ്ത ആളുടെ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി മാത്രം നമുക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വിത്തൗട്ട് കൺസൾട്ടേഷൻ നമുക്ക് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് ആക്സസ് ദി പേഷ്യൻസ് ഹെൽത്ത് ലിറ്ററസി ആണ് വരുന്നത്. ഓക്കെ, last question is, a 55-year-old patient diagnosed with cancer prefers treatment with naturally derived chemotherapy agents. Which of the following is a natural chemotherapy agent? A. Cyclophosphamide, B. 5-fluorouracil, C. Paclitaxel, D. Cisplatin. Okay, natural chemotherapy agent ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതായിരിക്കും? ഓപ്ഷൻ സി പാക്ലിടാക്സൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പാക്ലിടാക്സൽ എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ കീമോതെറാപ്പി ഏജന്റ് ആണ്. നമുക്കത് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് പെസിഫിക് യു ട്രീ എന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഈ ഒരു പാക്ലിടാക്സൽ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ടാക്സൈൻ ക്ലാസ് ഓഫ് കീമോതെറാപ്പി ഡ്രഗ്സ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അതേപോലെ തന്നെ ലങ് ക്യാൻസറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ടാക്സൈൻ
ക്ലാസ്സിൽ പെട്ടിട്ടുള്ള ഈ പാക്ലിടാക്സൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടാക്സയിലുള്ള പാക്ലിടാക്സൽ, ഡോസിടാക്സൽ ഇതൊക്കെ നാച്ചുറൽ കീമോതെറാപ്പി ഏജൻസ് ആണ്. നമുക്ക് അതേപോലെ തന്നെ വിൻക ആൽക്കലോയിഡ്സ്, അതായത് വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ, അതും നാച്ചുറൽ ഡിറൈവ്ഡ് കീമോതെറാപ്പി ഏജന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ എപ്പിപോഡോഫൈലോടോക്സിൻസ്, എറ്റോപ്പോസൈറ്റ്സ്, അതൊക്കെ നാച്ചുറലി ഡിറൈവ്ഡ് കീമോതെറാപ്പി ഏജൻസിന്റെ വേറെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻസ് സൈക്ലോഫോസ്ഫമൈഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആൽക്കലൈറ്റിംഗ് ഏജന്റ് ആണ്. 5-ഫ്ലൂറോയുറാസിൽ നമുക്കറിയാം പിരിമിഡിൻ ഡെറിവേറ്റീവ് ആണ്. പിന്നെ ഓപ്ഷൻ ഡി സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് പ്ലാറ്റിനം ബേസ്ഡ് കീമോതെറാപ്പി ഡ്രഗ് ആണ്. അപ്പൊ ഇവിടെ ടാക്സൈൻ കീമോതെറാപ്പി ഡ്രഗ് ആണ് ഈ പാക്ലിടാക്സൽ എന്ന് പറയുന്നത്. അത് നമുക്ക് നാച്ചുറലി ഡിറൈവ്ഡ് കീമോതെറാപ്പി ഏജൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ വരുന്നത്. ഇതേപോലെ റീസെന്റ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കോച്ചിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് CMediTech ഓൺലൈൻ അക്കാഡമി. ഓക്കെ, താങ്ക് യു.